അതിരൂക്ഷമായ വംശീയ കലാപമാണ് UK ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒരു വ്യാജ വാർത്തയെ തുടർന്ന്. ഈ കലാപം നമ്മൾ ഇന്ത്യക്കാരെ അടക്കം ബാധിക്കുന്നുവെന്നതാണ് സത്യം. മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ വിവിധയിടങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. ഇതിനോടകം തന്നെ UK-യിൽ വിദേശ റിക്രൂട്ട്മെന്റ് നിയന്ത്രിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുന്നേ എന്താണ് യഥാർത്ഥത്തിൽ UK-യിൽ നടക്കുന്നതെന്ന് നോക്കാം. ജൂലൈ 29-ന് ഒരു 17 വയസ്സുകാരൻ 3 പെൺകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തുന്നു. 6, 7, 9 വയസ്സുകളിലുള്ള കുട്ടികളാണ് മരിച്ചത്. ഒരുപാട് പേരെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മൈനർ ആയതുകൊണ്ട് തന്നെ അക്രമിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടില്ല. എന്നാൽ ഇതൊരു കുടിയേറ്റക്കാരനായ മുസ്ലിം വിദ്യാർത്ഥിയാണെന്ന വാർത്ത പരന്നു തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. അക്രമി മുസ്ലിം കുടിയേറ്റക്കാരനാണെന്ന കുപ്രചരണത്തെ തുടർന്ന് സൗത്ത് പോർട്ടിലെ മസ്ജിദ് ആക്രമിച്ച കലാപകാരികൾ കടകൾക്ക് തീ വെക്കുകയും പോലീസിനെ കല്ലെറിയുകയും ചെയ്തു. ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന തീവ്രദേശീയ സംഘടനയാണ് കലാപത്തിന് നേതൃത്വം നൽകുന്നത്. സൗത്ത് പോർട്ടിൽ ആരംഭിച്ച കലാപം മാഞ്ചസ്റ്റർ, ലണ്ടൻ, ലിവർപൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പടർന്നു പിടിച്ചു. കലാപത്തിന് ശമനമില്ലെന്ന് കണ്ട പോലീസ് അക്രമിയുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തി. റുവാണ്ടൻ വംശജനായ ബ്രിട്ടീഷ് നാഷണൽ ആക്സിൽ റൂഡക്ബാനിയായിരുന്നു കൊലയാളി. എന്നാൽ കൊലയാളി മുസ്ലിം അല്ലെന്നറിഞ്ഞിട്ടും കലാപവുമായി തെരുവിലിറങ്ങിയവർ പിന്തിരിയാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സംഘർഷം കൂടുതൽ തീവ്രമായി. കാലങ്ങളായി നിലനിൽക്കുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം, ഇസ്ലാമോഫോബിയ, സാമ്പത്തിക ദുരിതം എന്നിവയുടെ ഫലമായിട്ടായിരുന്നു ഇത്. വലിയ രീതിയിലുള്ള വംശീയ അക്രമങ്ങളാണ് UK-യിലുള്ള കുടിയേറ്റക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ വാർത്തയുടെ പ്രാധാന്യം ശ്രദ്ധിക്കേണ്ടത്. UK-യിലെ IT, ടെലികോം മേഖലയിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളുടെ കുടിയേറ്റം നിയന്ത്രിക്കാനാണ് നീക്കം. ഈ രംഗത്ത് വിദേശ റിക്രൂട്ട്മെന്റ് വ്യാപകമാകാനുള്ള കാരണം വിലയിരുത്താൻ UK ആഭ്യന്തരമന്ത്രി ഇവറ്റ് കൂപ്പർ സ്വതന്ത്ര ഏജൻസിയായ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യയിൽ നിന്നുള്ള മലയാളികളടക്കമുള്ള പ്രൊഫഷണലുകളെയാകും. അവിടെയാണ് UK-യുടെ പുതിയ നീക്കങ്ങൾ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 67,703 വിദഗ്ധ തൊഴിൽ വിസയാണ് UK അനുവദിച്ചത്. അനുവദിക്കുന്ന തൊഴിൽ വിസകളിൽ 6-1 ടെക്നോളജി മേഖലയിലാണ്. നമ്മുടെ രാജ്യത്ത് നിന്നും ഒരുപാട് പേരാണ് പഠനം, തൊഴിൽ എന്നീ ആവശ്യങ്ങളുമായി UK-യിലേക്ക് കുടിയേറി പാർക്കുന്നത്. കഴിഞ്ഞ വർഷം UK-യിലേക്ക് കുടിയേറിയവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. 2.5 ലക്ഷത്തോളം പേരായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ വന്നാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും അത്. 2011-ലും സമാനമായ കലാപം UK-യിലുണ്ടായിരുന്നു. എന്തായാലും UK ഇപ്പോൾ ജാഗ്രതയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ വംശീയവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. കലാപം വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു.